അഞ്ചാം തലമുറയിൽപ്പെട്ട അമേരിക്കയുടെ F-35 എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം. ഇതിന് റഡാറുകൾക്ക് പോലും കാണാൻ കഴിയില്ല. എന്നാൽ ഇങ്ങനെയുള്ള രണ്ട് യുദ്ധവിമാനങ്ങളെയാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമിച്ചിരിക്കുന്നത്. ഒന്ന് മധ്യ ഇറാനിൽ വെച്ചും രണ്ടാമത്തേത് ഇറാന്റെ ബന്ദർ അബ്ബാസ് എന്നറിയപ്പെടുന്ന തെക്കൻ ഇറാനിൽ വെച്ചുമാണ്. ഇങ്ങനെ രണ്ട് ഫൈറ്റർ ജെറ്റുകളെ ലോകത്ത് ആദ്യമായി എങ്ങനെയാണ് ഇറാന് ആക്രമിക്കാൻ സാധിച്ചത് എന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇത് വെറുതെ പറയുകയല്ല, ഇത് തുർക്കി ടുഡേ ആണ്. സെക്കൻഡ് US F-35 റിപ്പോർട്ട്ലി ഹിറ്റ് ഓവർ സൗത്തേൺ ഇറാൻ ലാൻഡ്സ് അറ്റ് UAE ബേസ്. നേരത്തെ മധ്യ ഇറാനിൽ വെച്ച് അപകടത്തിലായ അമേരിക്കയുടെ F-35 സൗദി അറേബ്യയിലാണ് കേടുപാടുകൾ സംഭവിച്ച് അടിയന്തര ലാൻഡിംഗ് നടത്തിയിട്ടുള്ളത്. എന്നാൽ ഈ രണ്ടാമത്തേത് UAE ബേസിലാണ് അടിയന്തരമായി ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. വേറെയും പത്രങ്ങൾ, ഇത് ഇന്ത്യ ടുഡേ ആണ്, ഇതിലും അത് നമുക്ക് കാണാൻ സാധിക്കും. A second F-35 jet was also reportedly hit over Iran's Bandar Abbas. ഇറാനുള്ള ബന്ദർ അബ്ബാസ് മുകളിലാണ് രണ്ടാമത്തെ F-35 യുദ്ധവിമാനം അപകടത്തിലായിരിക്കുന്നത്. എന്നാൽ ഇവിടെ പത്രം പറയുന്നത്, ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഹൗ ഡിഡ് ഇറാൻ, ഇതെങ്ങനെ ഇറാന് ചെയ്യാൻ സാധിച്ചു എന്നതാണ്. റഡാറുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത ഈ യുദ്ധവിമാനങ്ങളെ എങ്ങനെയാണ് ഇറാൻ തകർത്തത്? ഇതിനുള്ള മറുപടി, ഇറാൻ റഡാറുകളില്ലാത്ത പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഇതിനെ ആക്രമിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ ഇനത്തിലുള്ള രണ്ട് പ്രതിരോധ സംവിധാനങ്ങളാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. ഒന്ന് റഷ്യ നിർമ്മിച്ച വെർബ എന്നറിയപ്പെടുന്ന പ്രതിരോധ സംവിധാനമാണ്. മറ്റൊന്ന് ഇറാൻ തന്നെ സ്വയം വികസിപ്പിച്ച മാജിദ് എന്നറിയപ്പെടുന്ന സംവിധാനമാണ്. വെർബ എന്നറിയപ്പെടുന്നത് 6 കിലോമീറ്റർ ദൂരപരിധിയിൽ വരുന്ന യുദ്ധവിമാനങ്ങളെ, മിസൈലുകളെയൊക്കെ ആക്രമിക്കാൻ സാധിക്കും. അതേസമയം ഇറാൻ വികസിപ്പിച്ച മാജിദ് എന്നറിയപ്പെടുന്ന പ്രതിരോധ സംവിധാനത്തിന് 8 കിലോമീറ്റർ വരെ ആക്രമണം നടത്താൻ സാധിക്കും. ഇറാന്റെ ഈ രണ്ട് സിസ്റ്റങ്ങളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് പ്രസക്തമായൊരു ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. എന്തുകൊണ്ട് ഇറാൻ ആധുനിക ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ സിസ്റ്റങ്ങളായ റഷ്യയുടെ S-300 അല്ലെങ്കിൽ S-400 തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നില്ല? അതുപോലെ ഇറാന്റെ തന്നെ പവർ എന്നറിയപ്പെടുന്ന മറ്റൊരു പ്രതിരോധ സംവിധാനമുണ്ട്, ഇതും എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? അതേപോലെ തന്നെ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനം എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇറാൻ ഇപ്പോഴും അവരുടെ ഭൂഗർഭ അറകളിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുദ്ധത്തിന്റെ ആദ്യ ഘട്ടങ്ങളിലൊന്നും ഇത് പുറത്തെടുത്തിട്ടില്ല. അതേസമയത്ത് ഇത്തരത്തിലുള്ള മാജിദ് അതുപോലെ വെർബ തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ കാരണം അമേരിക്കയുടെ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെ റഡാർ കൊണ്ട് നിരീക്ഷിച്ചാൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഈ പ്രതിരോധ സംവിധാനങ്ങളെ ഉടനെ തന്നെ ഈ യുദ്ധവിമാനങ്ങൾക്ക് ആക്രമിക്കാനും കഴിയും. എന്തുകൊണ്ട്? നിങ്ങൾ ഒരാൾ ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് മുകളിലുള്ള ഒരു വസ്തുവിന് നേരെ ടോർച്ച് അടിക്കുമ്പോൾ മുകളിലുള്ള ആൾക്ക് കൃത്യമായി എവിടെ നിന്നാണ് ടോർച്ച് അടിക്കുന്നത്, ലൈറ്റ് വരുന്നത് എന്ന് കണ്ടെത്താൻ സാധിക്കും. ഇതുപോലെ റഡാർ യൂണിറ്റുകളെ അടിസ്ഥാനമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ, ഈ റഡാർ യൂണിറ്റുകളിൽ നിന്നും റേഡിയോ തരംഗങ്ങൾ പുറത്തേക്ക് വിടുകയാണ്. ആ റേഡിയോ തരംഗങ്ങൾ ഈ മിസൈലിലാണെങ്കിൽ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളിലാണെങ്കിൽ അതിൽ തട്ടി തിരിച്ചു വരികയാണ്. അപ്പോഴാണ് ഈ യുദ്ധവിമാനത്തെയും അതിന്റെ വേഗതയും അതിന്റെ ദിശയെല്ലാം ഈ റഡാർ സംവിധാനങ്ങളിലൂടെ ഈ പ്രതിരോധ സംവിധാനങ്ങളുടെ കൺട്രോൾ യൂണിറ്റിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് റഡാർ സംവിധാനങ്ങൾക്ക് റേഡിയോ തരംഗങ്ങൾ പുറത്തേക്ക് വിടേണ്ടി വരുന്നു. ഇത് നമ്മൾ പറഞ്ഞ ഇരുട്ടിൽ ടോർച്ചടിക്കുന്നതിന് സമാനമാണ്. ഈ തരംഗങ്ങൾ വരുന്നത് എവിടെ നിന്നാണെന്ന് കൃത്യമായി കണ്ടെത്താൻ അമേരിക്കയുടെ F-35 പോലുള്ള സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ആ പോയിന്റുകളെ കൃത്യമായി ആക്രമിക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ ഇറാൻ ഇത്രയും വിലപിടിപ്പുള്ള ഈ പ്രതിരോധ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താതെ വളരെ ചുരുങ്ങിയ ചെലവിൽ ഉപയോഗിക്കാവുന്ന മാജിദ് അതുപോലെ വെർബ പ്രതിരോധ യൂണിറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടി ഇവിടെ എഴുതി കാണിക്കുകയാണ്. ഇവിടെ ഒരു റഡാർ സംവിധാനം പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇവിടെ ഒരു യുദ്ധവിമാനം പറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധവിമാനത്തിലേക്ക് ഈ യുദ്ധവിമാനത്തെ എങ്ങനെയാണ് റഡാറുകൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്? ഈ റഡാർ യൂണിറ്റിൽ നിന്നും നിരന്തരമായി റേഡിയോ തരംഗങ്ങൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും. എല്ലാ ദിശയിലേക്കും
റേഡിയോ തരംഗങ്ങൾ അയച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഈ റേഡിയോ തരംഗങ്ങൾ ഒരു യുദ്ധവിമാനത്തിലോ മറ്റോ തട്ടുകയാണെങ്കിൽ അത് ഇങ്ങോട്ട് തിരിച്ച് റിഫ്ലക്ട് ചെയ്യുകയാണ്. ആ ഈ യുദ്ധവിമാനത്തിന്റെ വലിപ്പവും അതിന്റെ വേഗതയും എത്ര പെട്ടെന്നാണ് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം ഈ റേഡിയോ പൾസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ സ്റ്റെൽത്ത് വിമാനങ്ങൾ ഈ വരുന്ന റേഡിയോ തരംഗങ്ങളെ നേരെ റഡാർ യൂണിറ്റിലേക്ക് തിരിച്ചയക്കുന്നതിന് പകരം ഇവിടേക്കെത്തിയ ഈ റേഡിയോ തരംഗങ്ങളെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റെൽത്ത് വിമാനങ്ങളെ ഈ റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയില്ല. കാരണം അതിലേക്ക് അയച്ച റേഡിയോ തരംഗങ്ങൾ തിരിച്ചു വരുന്നില്ല എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. അതേസമയം ഈ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ റേഡിയോ തരംഗങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു ഇരുട്ടിൽ വെച്ച് ടോർച്ച് മുകളിലേക്ക് അടിക്കുമ്പോൾ എവിടെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലെ അതിന് മനസ്സിലാക്കാൻ സാധിക്കുകയും മാത്രമല്ല, ഈ യുദ്ധവിമാനങ്ങളിലുള്ള റഡാർ സീക്കറുകൾ സംവിധാനിച്ചിട്ടുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ഈ റഡാർ സംവിധാനങ്ങളെ ആക്രമിക്കാനും സാധിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ഈ റഡാർ യൂണിറ്റുകളുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കുമ്പോഴുള്ള അപകടം. അതുകൊണ്ട് ഇറാൻ പൂർണ്ണമായും ഈ ഒരു സംവിധാനത്തെ ഈ യുദ്ധത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അവർ ഉപയോഗിച്ച സിസ്റ്റങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് മാജിദ് എന്നറിയപ്പെടുന്ന സിസ്റ്റം. അതുപോലെ തന്നെ വെർബ എന്നറിയപ്പെടുന്ന റഷ്യയുടെ സിസ്റ്റമാണ് ഇത്. ഇത് മെയിൻ പോർട്ടബിൾ ആണ്. ഒരു മനുഷ്യന് അവരുടെ തോളിൽ ചുമന്നുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. മാത്രമല്ല ഇതിന് കൂടുതൽ പരിശീലനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഇതും യഥാർത്ഥത്തിൽ അതിനോട് സമാനമായ സംവിധാനമാണ്. പക്ഷേ ഇതിൽ കൂടുതൽ ലോഞ്ചറുകളുണ്ട്. ഇത് മാൻ പോർട്ടബിൾ അല്ല, ഒരു വാഹനത്തിലാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് എന്തുകൊണ്ടാണ് ഈ യുദ്ധവിമാനങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കാത്തത്? കാരണം ഇതിൽ റഡാർ സംവിധാനങ്ങൾ ഇല്ല. ഇതിൽ നിന്ന് പ്രത്യേകമായ ഒരു തരംഗങ്ങളും പുറത്തേക്ക് വിടുന്നില്ല. അതേ സമയത്ത് യുദ്ധവിമാനങ്ങളെ ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രധാനമായി ഇതിൽ ഉപയോഗിക്കുന്നത് IR, ഇൻഫ്രാറെഡ്, അതുപോലെ തന്നെ ഇലക്ട്രോ ഒപ്റ്റിക്കൽ, ഈ രണ്ട് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചാണ് ഇത് ലക്ഷ്യത്തെ കണ്ടെത്തുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്നത്. തെർമൽ ഇമേജിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം. നമ്മളിപ്പോൾ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് നമ്മൾ ചിത്രങ്ങൾ മനസ്സിലാക്കുന്നത്, ഫോട്ടോ അടയാളങ്ങൾ മനസ്സിലാക്കുന്നത് വരെ ഈ ഇൻഫ്രാറെഡ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഏതൊരു ചൂടുള്ള വസ്തുവിൽ നിന്നും ഇൻഫ്രാറെഡ് തരംഗങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ചുറ്റുഭാഗമുള്ള കത്തിക്കൊണ്ടിരിക്കുന്ന ചൂടുള്ള ഏതൊരു പ്രതലത്തിൽ നിന്നും ഇൻഫ്രാറെഡുകൾ വരും. അത് മനുഷ്യന്റെ കണ്ണിന് കാണാൻ പറ്റാത്ത പ്രകാശത്തിന്റെ ഒരു ഭാഗമാണ്. വെളിച്ചം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിലുള്ള വെളിച്ചം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് തരംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ അത്തരത്തിലുള്ള തരംഗങ്ങൾ ആകാശത്തുകൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന യുദ്ധവിമാനങ്ങളിൽ ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ് മുതൽ 1000 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചൂടാണ് അതിന്റെ ജെറ്റ് എഞ്ചിനുകളിൽ ഉണ്ടാവുക. അതേസമയത്ത് ഈ സംവിധാനങ്ങൾ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ആകാശം പൂർണ്ണമായും തണുത്തിരിക്കുന്ന ഭാഗത്ത് അതിശക്തമായ ചൂടുള്ള ഭാഗത്തിന് വേറിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല അതിന്റെ ആകൃതി അതിന് മനസ്സിലാക്കാനും അതൊരു യുദ്ധവിമാനമാണെന്ന് അല്ലെങ്കിൽ ഒരു മിസൈലാണ് എന്നെല്ലാം മനസ്സിലാക്കാൻ ഇതിന് സാധിക്കുകയും ചെയ്യും. അത്തരം ഒരു ലക്ഷ്യം കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ചെറിയ ലോഞ്ചറിൽ നിന്നും മിസൈൽ കുതിച്ചുപായും. എന്നാൽ ഈ മിസൈലുകളുടെ ഗൈഡഡ് സംവിധാനം എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് സീക്കറുകളാണ്. അതായത് ഇൻഫ്രാറെഡ് തരംഗങ്ങൾ എവിടെയാണോ ഉള്ളത് അതിനെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ്. അപ്പോൾ യുദ്ധവിമാനത്തിന്റെ എഞ്ചിനുകൾ ഇത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് അതിശക്തമായ ചൂടുള്ള ഇൻഫ്രാറെഡ് തരംഗങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. എന്നാൽ ഇൻഫ്രാറെഡ് തരംഗങ്ങൾ എവിടെയാണ് ഉള്ളത് എന്ന് അന്വേഷിച്ച് ആ ദിശയിലേക്ക് പറക്കുക എന്നതാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്ന മിസൈലുകൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ റഡാർ സംവിധാനങ്ങൾക്ക് എന്ത് അപകടമാണോ ഉള്ളത് ആ അപകടം പോലെ തന്നെ യുദ്ധവിമാനങ്ങളിൽ ഈ ഒരു സംവിധാനത്തെ മറച്ചു വെക്കാൻ കഴിയില്ല. യുദ്ധവിമാനത്തിന്റെ എഞ്ചിനുകളിൽ നിന്ന് പുറത്തു വരുന്ന ചൂടോടുകൂടെ വരുന്ന ഇൻഫ്രാറെഡ് തരംഗങ്ങളെ മറച്ചു വെക്കാൻ ഈ യുദ്ധവിമാനങ്ങൾക്ക് സാധിക്കുകയുമില്ല. അതോടുകൂടി ആ ലക്ഷ്യത്തിനെ കണ്ടെത്തി ആക്രമിക്കാൻ ഈ മിസൈലുകൾക്ക് സാധിക്കും. മാത്രമല്ല ഫ്ലെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം യുദ്ധവിമാനങ്ങൾ ധാരാളം തീപ്പന്തങ്ങൾ പല ഭാഗങ്ങളിലേക്കായി എറിഞ്ഞ് പറക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം ഇത്തരത്തിലുള്ള ഇൻഫ്രാറെഡ് സീക്കറുകളെ പറ്റിക്കുവാനാണ്. അതായത് ഇത് ചൂടുള്ള തരംഗങ്ങൾ ഇൻഫ്രാറെഡ് തരംഗങ്ങളെ ലക്ഷ്യമാക്കിയാണ് നീങ്ങുന്നത്. ആ സമയത്ത് ഒരുപാട് തീപ്പന്തങ്ങൾ പുറത്തേക്ക് എറിയുമ്പോൾ ഈ മിസൈലുകൾക്ക് ലക്ഷ്യം കൃത്യമല്ലാതെ പല ഭാഗത്തേക്കും അത് സഞ്ചരിച്ചു പോകും.
ആ സമയത്ത് വിമാനങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. പക്ഷെ ഇപ്പോൾ ഇറാൻ ഉപയോഗിക്കുന്ന അതുപോലെ റഷ്യയുടെ വിർബയും അതുപോലെ മാജിദ് തുടങ്ങിയ സംവിധാനങ്ങൾക്ക് ഈ ലക്ഷ്യങ്ങളെ, കാരണം ഈ തീപ്പന്തങ്ങളിലേറെ കൂടുതൽ ഡിഗ്രി സെൽഷ്യസിലാണ് ഈ വിമാനങ്ങളുടെ എഞ്ചിനിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ വിമാനത്തെ തന്നെ കൃത്യമായി മനസ്സിലാക്കാനും ഫ്ലെയറുകളിൽ നിന്ന് തന്നെ വേർതിരിച്ചറിയാനും ഇന്നത്തെ AI സംവിധാനങ്ങളും ഇതിൽ ഉപയോഗിക്കുന്നു എന്നത് ഇത്തരത്തിൽ ഈ വിമാനങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇത് കാണാൻ പറ്റാത്ത പ്രകാശ തരംഗങ്ങളാണ് IR ഇൻഫ്രാറെഡുകൾ എന്ന് പറയുന്നത്. ഇതിനെ രാത്രിയിലാണെങ്കിലും കൃത്യമായി ഈ സംവിധാനങ്ങൾക്ക് മനസ്സിലാക്കാനും ആക്രമിക്കാനും ഇരുട്ടിലും സാധിക്കും. അതേസമയത്ത് പകൽ സമയങ്ങളിലാണെങ്കിൽ ഇലക്ട്രോ ഒപ്റ്റിക്കൽ സിസ്റ്റവും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ സിസ്റ്റം ഉപയോഗിച്ച് സാധാരണ രീതിയിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്ന പോലെ ആ ചിത്രത്തെ, ആ വിമാനത്തെ കാണാൻ കഴിയുകയും കൂടുതൽ സൂം ചെയ്ത് വിമാനത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയും ആ വിമാനത്തെ വെളിച്ചത്തിന്റെ സഹായത്തിൽ ഇതിന് ലക്ഷ്യമിട്ട് ആക്രമിക്കാൻ കഴിയുകയും ചെയ്യും. ഒരുപക്ഷെ യുദ്ധവിമാനം പല ഭാഗത്തേക്കും ദിശ തിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടാകാം. ആ സമയത്ത് മിസൈലുകളും അവരുടെ ലക്ഷ്യം തെന്നിയിട്ടുണ്ട്, യുദ്ധവിമാനം മറ്റൊരു ഭാഗത്തേക്ക് പോയി എന്ന് മനസ്സിലാക്കിയാൽ അതിന്റെ ചെറിയ ചിറകുകൾ ഉപയോഗിച്ച് അതും ദിശ തിരിക്കുകയും വിമാനത്തെ പിന്തുടർന്ന് ആക്രമിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഇറാൻ നടത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ മാജിദ്, അതായത് ഇറാൻ തന്നെ സ്വയം ഡെവലപ്പ് ചെയ്തിട്ടുള്ള മാജിദ് സിസ്റ്റമാണ് അമേരിക്കയുടെ F-35 യുദ്ധവിമാനങ്ങളെ തകർക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു പക്ഷെ ഒരു വാഹനമാണ്. ആ രീതിയിൽ ഇത് പോർട്ടബിൾ, ആവശ്യമായ സ്ഥലത്തേക്ക് ഇതിനെ എത്തിക്കാൻ സാധിക്കുമെങ്കിലും ഇതിനെ ഒരു പക്ഷേ യുദ്ധവിമാനങ്ങൾക്ക് കാണാൻ സാധിച്ചേക്കാം. അതുപോലെ ഡ്രോണുകൾക്ക് തുടങ്ങിയ സംവിധാനങ്ങൾക്ക് കാണാൻ കഴിയും. അതേ സമയത്ത് മാൻ പോർട്ടബിൾ ആയിട്ടുള്ള റഷ്യയുടെ വിർബ, ഇതിന് സമാനമായ അമേരിക്കയുടെ സ്റ്റിംഗർ പോലുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെ ഈ ഇനത്തിൽപ്പെട്ടതാണ്. എന്നിരുന്നാലും ഇതെല്ലാം ഒരു തരം സിസ്റ്റങ്ങൾ തന്നെയാണ്. സ്റ്റിംഗർ ആണെങ്കിലും റഷ്യയുടെ വിർബയാണെങ്കിലും. ഈ വിർബയാകുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് പതിഞ്ഞിരുന്ന് ഈ സിസ്റ്റം ഉപയോഗിച്ച് ആക്രമിക്കാൻ സാധിക്കും. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതുപോലുള്ള ബൈനോക്കുലർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് യുദ്ധവിമാനം എവിടെയുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡ്രോണുകൾ തുടങ്ങിയ ഏത് അപകടകാരികളായ വസ്തുക്കളും മുകളിലുണ്ടെങ്കിൽ അതിനെ ഇതിലൂടെ കണ്ടെത്തുകയും ഉടനെ തന്നെ അതിനു നേരെ ഈ മിസൈൽ ഒരു തോക്കിന്റെ കാഞ്ചി വലിക്കുന്ന രീതിയിൽ അതിനു നേരെ ആക്രമണം നടത്താനും സാധിക്കും. സാധാരണ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന വിമാനവേദ തോക്കുകളുണ്ട്. പക്ഷെ ആ തോക്കുകളുടെ തിര ഈ തോക്കിന്റെ കാഞ്ചിയിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ആ വിമാനം പറക്കുന്നതിനനുസരിച്ച് അതിനെ പിന്തുടരാനോ ആ തിരകൾക്ക് സാധിക്കാറില്ല. അതേ സമയത്ത് ഇതിൽ നിന്ന് പുറപ്പെടുന്ന മിസൈലുകൾ അതിന് കൃത്യമായ ഗൈഡഡ് സിസ്റ്റങ്ങളുണ്ട്. അതനുസരിച്ച് യുദ്ധവിമാനത്തെ പിന്തുടർന്ന് തകർക്കാൻ അതിന് സാധിക്കും. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു അപകടമാണ് ഇപ്പോൾ അമേരിക്കക്ക് ഇറാനിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് യഥേഷ്ടം ഇറാന്റെ ഭാഗങ്ങളിൽ ആക്രമണം നടത്താൻ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും. സിസ്റ്റങ്ങളെല്ലാം ഇറാൻ ഇപ്പോൾ പുറത്തെടുക്കുന്നു. ഒരുപക്ഷെ ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ശക്തിയെ ഇറാൻ എത്രമാത്രം തകർക്കാൻ കഴിയും, അവരുടെ റഡാർ സംവിധാനങ്ങൾ എത്രമാത്രം തകർക്കാൻ കഴിയും, മാത്രമല്ല ഇതുപോലുള്ള സംവിധാനം ഉപയോഗപ്പെടുത്തി വലിയ വെല്ലുവിളികൾ ഇറാന് മുകളിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്താൽ തീർച്ചയായും ഇറാൻ ഒരു പക്ഷേ അവരുടെ വിലപിടിപ്പുള്ള റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ പ്രതിരോധ സംവിധാനങ്ങൾ പുറത്തെടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇറാൻ വളരെ ബുദ്ധിപരമായ നീക്കമാണ് നടത്തിയത്. ഒരു ഭാഗത്ത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ പല പ്രതിരോധ സംവിധാനങ്ങളെയും ഇറാൻ ആക്രമിച്ച് തകർക്കുകയും അതിലുള്ള മിസൈൽ സ്റ്റോറേജുകളെല്ലാം തീർക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറാന്റെ ഈ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം വലിയ പർവ്വതങ്ങൾക്ക് താഴെയുള്ള ബങ്കറുകളിൽ വളരെ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഏത് സമയത്തും ഇത് ഡിപ്ലോയ് ചെയ്യാൻ കഴിയും. പക്ഷേ ഈ സമയത്ത് യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ അത് ഡിപ്ലോയ് ചെയ്താൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും 35 പോലുള്ള യുദ്ധവിമാനങ്ങൾ ഒരുപക്ഷെ അതിർത്തിയിൽ വന്ന് നിൽക്കുകയും റഡാർ എവിടെ നിന്നാണ് റഡാർ തരംഗങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കി റഡാർ സീക്കറുകൾ ഉള്ള മിസൈലുകൾ ഉപയോഗിച്ച് റഡാറുകളെ തകർക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ഇറാനും ഇസ്രയേലും 12 ദിവസം കഴിഞ്ഞ ജൂണിൽ നടന്ന യുദ്ധത്തിൽ ഇറാൻ സംഭവിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇറാൻ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അത് ഒരുപക്ഷെ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടാകുമെങ്കിലും യുദ്ധം കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ മേൽക്കോയ്മ നേടാൻ ഇതിലൂടെ സാധിക്കും. അതിന്റെ വ്യക്തമായ പ്രകടനങ്ങളാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ലോകത്ത് ആദ്യമായി
F-35 യുദ്ധവിമാനത്തെ തകർക്കുന്ന ഒരു രാഷ്ട്രമായി അല്ലെങ്കിൽ സംവിധാനമായി ഇറാന്റെ ഈ സംവിധാനം മാറുന്നു എന്ന് പറയുമ്പോൾ, അത്തരം ഒരു രീതിയിലേക്ക് ഇറാന്റെ പ്രതിരോധങ്ങൾ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി അത് ലോകത്ത് അമേരിക്കക്കും ഇസ്രയേലും ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, രണ്ടാമത്തെ യുദ്ധവിമാനം തകർത്തിരിക്കുന്നത് അത് ബന്ദർ അബ്ബാസ് എന്നറിയപ്പെടുന്ന ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാവികസേനയുടെ ആസ്ഥാനത്ത് വെച്ചാണ് എന്നത് വളരെ പ്രസക്തമാണ്. ഈ ആസ്ഥാനങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ കയ്യിൽ ഉണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഇറാൻ ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മെല്ലെ മെല്ലെ മുകളിലേക്ക് കടന്നു വരുന്നു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രതിരോധ സംവിധാനങ്ങൾ താഴോട്ട് പോകുന്നു. ഇതാണ് ഇറാന്റെ യുദ്ധതന്ത്രം. അതേസമയത്ത് ഇറാൻ ആദ്യം വിന്യസിച്ചിരുന്നതെല്ലാം വെറും ബൊമ്മകൾ മാത്രമായിരുന്നു. ഊതി വീർപ്പിച്ച പ്രതിരോധ സംവിധാനങ്ങളുടെ ചില വ്യാജ സിസ്റ്റങ്ങൾ മാത്രമായിരുന്നു. അതിൽ നിന്ന് പോലും റഡാർ തരംഗങ്ങൾ, റേഡിയോ തരംഗങ്ങൾ പുറത്തുവിടുന്ന സംവിധാനം ഇറാൻ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം പ്രതിരോധ സംവിധാനങ്ങളാണെന്ന് മനസ്സിലാക്കി അമേരിക്കയും ഇസ്രയേലും അതിശക്തമായ ആക്രമണം ഇതിനു നേരെ അയച്ചുവിട്ടു. അതുകൊണ്ടാണ് അമേരിക്കക്ക് ആദ്യത്തെ 6 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ $11 ബില്യൺ ഈ യുദ്ധത്തിൽ ചെലവഴിക്കേണ്ടി വന്നിട്ടുള്ളത്.